ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഭഗവത്ഗീത സാഖ്യയോഗം ചാപ്റ്റർ 2 61, 62, 63 വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഭഗവത്ഗീത എന്ന് പറയുന്നത് മഹാഭാരതത്തിലെ ഭീഷ്മ പർവ്വതത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അത് മഹാഭാരതം തന്നെ പഞ്ചമവേദം എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഗീതയുടെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു സമൂഹത്തിൽ നമ്മളെങ്ങനെ എല്ലാ വെല്ലുവിളികളും നേരിട്ടുകൊണ്ട് എങ്ങനെ നമ്മളെങ്ങനെ മാനസികമായിട്ട് ഉയർത്താമെന്നാണ് ഗീത ശരിക്കും പറഞ്ഞു തരുന്നത്. പക്ഷെ അത് ശരിക്കും മനസ്സിലാക്കാൻ നല്ല ഒരു ആചാര്യൻ്റെ അടുത്ത് നിന്ന് അതിനെക്കുറിച്ച് പഠിക്കണം. അപ്പോഴാണ് നമുക്ക് ശരിക്കുള്ള ആ ഒരു മാർഗദർശനം നമുക്ക് കിട്ടുക. അപ്പോൾ ചിന്മയാനന്ദ സ്വാമികളൊക്കെ ഈ ഭഗവത്ഗീത മനസ്സിൻ്റെ ഒരു ശാസ്ത്രമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇന്നത്തെ വെല്ലുവിളികളെ നേരിടാൻ നമ്മളെ സഹായിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ലോകം മുഴുവൻ ആ ഒരു ഭഗവത്ഗീത എന്ന് പറയുന്ന ഒരു ഗ്രന്ഥവും എടുത്ത് ജീവിതകാലം മുഴുവനും അതിൻ്റെ പ്രചരണത്തിനായിട്ട് സ്വാമി ഇറങ്ങിത്തിരിച്ച് ജീവിതകാലം മുഴുവൻ അതിനു വേണ്ടി സമർപ്പിച്ചു എന്ന് തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ സ്വാമിയെ പ്രണമിക്കുന്നു. എല്ലാ ഗുരുക്കന്മാർക്കും പ്രണാമം. ഗുരുഭ്യോ നമ, ഗണേശായ നമ, സരസ്വതി നമ. അപ്പോൾ ഇന്ന് ഭഗവത്ഗീതയുടെ നമുക്ക് സാഖ്യയോഗം ചാപ്റ്റർ 2. ഇന്ന് നമ്മളിപ്പോൾ ചാപ്റ്റർ 2 54 മുതൽ 55 മുതലുള്ള ബാക്കി 72 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത് സ്ഥിതപ്രജ്ഞ യോഗം എന്നാണ്. അപ്പോൾ വളരെ ഒരു സ്ഥിതപ്രജ്ഞൻ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ നേരിടാൻ കഴിയുന്ന ആൾ, അയാൾ എങ്ങനെ സംസാരിക്കും, എങ്ങനെ നടക്കും, അയാൾ എങ്ങനെ ഇരിക്കും എന്ന് വളരെ വിശദമായിട്ട് കൃഷ്ണൻ നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പോൾ മനസ്സിനെയും ബുദ്ധിയെയും കൂട്ടി ഇണക്കാത്തതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. കാരണം മനുഷ്യന് മാത്രമുള്ള ഒരു കഴിവാണ് ഡിസ്ക്രിമിനേഷൻ പവർ എന്ന് പറഞ്ഞാൽ വിവേകബുദ്ധി. അത് നമുക്കുണ്ടെങ്കിലും നമ്മൾ ആ വിവേകബുദ്ധി ഉപയോഗിക്കാറില്ല. നമ്മളെപ്പോഴും വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നു. അതാണ് നമ്മുടെ ഇന്നത്തെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. അപ്പോൾ ആ വികാരത്തിനെ കൺട്രോൾ ചെയ്യാനാണ് ഗീത നമുക്ക് മാർഗദർശനം നടത്തുന്നത്. പ്രലോഭനങ്ങളിൽ ജീവിക്കുന്നവരാണ് ഇന്ന് കൂടുതൽ. അപ്പോൾ ആ പ്രലോഭനങ്ങളിൽ നിന്ന് നമുക്ക് എങ്ങനെ പുറത്ത് കടക്കാം, അതാണ് നമ്മുടെ ഈ ഒരു ശാസ്ത്ര ഗ്രന്ഥത്തിൻ്റെ വിഷയം തന്നെ. പിന്നെ അപ്പോൾ നമുക്ക് ഒന്ന് ചൊല്ലാം. ആദ്യം ആ ശ്ലോകങ്ങൾ ചൊല്ലാം. ധ്യാനം. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്ലോകം 61, 62, 63. താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പരഃ വശേഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ധ്യായതോ വിഷയാൻ പുംസ സംഗസ്തേഷൂപജായതേ സംഗാത് സഞ്ജായതേ കാമാത് ക്രോധോഭിജായതേ. ക്രോധോദ്ഭവതി സമ്മോഹാത് സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശാത് പ്രണശ്യതി. ഇങ്ങനെ 3 ശ്ലോകങ്ങളാണ് ഇന്ന് നോക്കുന്നത്. അതിൽ ആദ്യത്തെ 61-ാമത്തെ ശ്ലോകം നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ നിർത്തിയത് ഇന്ദ്രിയ സംയമനം എങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ സ്ഥിതപ്രജ്ഞനാവാൻ കഴിയുള്ളൂ. ഏതൊരു ആ ഘട്ടത്തിലും കുലുങ്ങാതെ ഇങ്ങനെ ഒരു ജീവിതം കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ പറയുന്നു, അത് വായിക്കാം. ആ ശ്ലോകങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് വായിക്കാം. താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പരഃ വശേഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. അപ്പോൾ താനി സർവാണി സംയമ്യ എന്ന് പറഞ്ഞാൽ താനി അവയെ, ഇന്ദ്രിയങ്ങളെ, സർവാണി സംയമനം ചെയ്തെന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് കീഴടക്കിക്കൊണ്ട് മത്പര യുക്ത ആസീത. മത്പര എന്നിൽ തന്നെ യുക്ത ആസീത മനസ്സിനെ ചേർത്തി വെച്ചുകൊണ്ട്. ഹി എന്തെന്നാൽ യസ്യ ഇന്ദ്രിയാണി വശേ, യസ്യ ആർക്ക്, ഇന്ദ്രിയങ്ങൾ വശേ സ്വാധീനത്തിലാണോ, തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത അവൻ്റെ പ്രജ്ഞ
പ്രതിഷ്ഠിത സ്ഥിരമത്രേ എന്നാണ് പറയുന്നത്. അപ്പോൾ ആരുടെ ഇന്ദ്രിയങ്ങളാണോ അവൻ്റെ സ്വാധീനത്തിലുള്ളത്, അവൻ്റെ പ്രജ്ഞ, അവൻ്റെ ബുദ്ധി സ്ഥിരമാണ്. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളാണ് നമ്മുടെ പ്രശ്നക്കാർ. കാരണം നമ്മളെ ഇന്ദ്രിയങ്ങളെല്ലാം പുറത്തേക്കാണ് ഉള്ളത്. കണ്ണ് പുറത്ത്, മൂക്ക് പുറത്ത്, മൂക്കിലൂടെ പലതും അനുഭവിക്കുക, ഗന്ധങ്ങൾ കിട്ടുമ്പോൾ അതിനോട് താല്പര്യം, കണ്ണിലൂടെ വരുന്ന കാഴ്ചകൾ അതിലൂടെ താല്പര്യം, ഇതൊക്കെയാണ് നമ്മളെ പല ബുദ്ധിമുട്ടുകളിലേക്ക് നയിക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുക, പക്ഷെ അതിനൊരു സംയമനം വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ പാശ്ചാത്യർ പറയുന്ന പോലെ നമ്മൾ ഈ വിഷയങ്ങളെ ബലാത്കാരമായിട്ട് പിടിച്ചു നിർത്താൻ ഒരിക്കലും നമ്മുടെ സംസ്കാരം പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ വളരെ പതുക്കെ പതുക്കെയാണ് ഈ സംയമനം ചെയ്യേണ്ടത്. അല്ലാതെ ഇങ്ങനെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത പോലെ വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിന്തിരിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്താൽ പ്രഷർ കുക്കറിൽ പ്രഷർ കൂടിയ പോലെ അത് പൊട്ടിത്തെറിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മുടെ സാധകന്മാരെ, നമ്മുടെ ഗുരുക്കന്മാർ ഉപദേശിക്കുന്നത് ആത്മസാക്ഷാത്കാരത്തിന് ഈ മലിനവാസനകൾ മനസ്സിൽ കെട്ടിക്കിടക്കുന്നതിനെയാണ് നമ്മൾ വാസനകൾ എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകൾ തന്നെയാണ് വാസനകൾ. ഈ ചിന്തകളാണ് എല്ലാത്തിൻ്റെയും പ്രശ്നക്കാർ ചിന്തകളാണ്. അപ്പോൾ ഈ ചിന്തകളെ പതുക്കെ പതുക്കെ മാറ്റിയാൽ മതി. അതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് ഗുരുക്കന്മാരൊക്കെ ധ്യാനം, ജപം അതിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. ജപിച്ച് നമ്മുടെ മനസ്സിൽ ചിന്തകളെ പതുക്കെ പതുക്കെ മാറ്റിയിട്ട് അതിൻ്റെ പകരം നല്ല ചിന്തകൾ വയ്ക്കാം. അങ്ങനെ പിന്നെ ധ്യാനത്തിലൂടെ ആ മനസ്സിനെ ഏകാഗ്രമാക്കുമ്പോൾ ഈ നമ്മുടെ വിഷയങ്ങളിലുള്ള താല്പര്യം കുറഞ്ഞ് നമ്മൾ ഇന്ദ്രിയ സംയമനത്തിന് അർഹരാകും, ഇന്ദ്രിയ സംയമനം നേടും. അത് ഒരു സത്യം തന്നെയാണ്. അതിന് കണ്ണ് കുത്തിപ്പൊട്ടിക്കുകയും അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കണ്ണും കാതും തൊക്കും ഒക്കെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ. അതെല്ലാം അവിടെ തന്നെ ഉണ്ടാകുമ്പോഴും നമ്മൾ ആ ഇന്ദ്രിയ സംയമനം നേടേണ്ടത് ധ്യാനത്തിലൂടെയും ജപത്തിലൂടെയുമാണ് എന്നാണ് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണിത്. മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്തുക എന്നുള്ളതാണ് പ്രധാനം. അതാണ് സ്ഥിതപ്രജ്ഞൻ അതാണ് നേടേണ്ടത്. അതാണ് സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം. നമ്മുടെ ഗാന്ധിജിയൊക്കെ ഇതെല്ലാം പഠിക്കുക മാത്രമല്ല, എന്നും കയ്യിലൊരു ബുക്ക്, ഗാന്ധിജിയുടെ പല പിക്ചറിലും ഒരു ബുക്ക് കയ്യിലുണ്ടാവും. അതൊക്കെ ഒരു ഗീത ബുക്കൊക്കെയാണ് മിക്കവാറും കയ്യിലുണ്ടാവുക. പിന്നെ മാത്രമല്ല ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത ഒരു മഹാനാണ്. അതുകൊണ്ടാണല്ലോ മഹാത്മാ എന്ന് രവീന്ദ്രനാഥ് ടാഗോറാണ് ആദ്യമായിട്ട് വിളിച്ചത് ഗാന്ധിജിയെ. അപ്പോൾ അടുത്ത 2 ശ്ലോകങ്ങൾ, അത് 2 ശ്ലോകങ്ങൾ വളരെ പ്രസിദ്ധവുമാണ്, വളരെ പ്രാധാന്യമാണ്. ഒരു മനുഷ്യൻ ഇന്നത്തെ സമൂഹത്തിൽ ഭയങ്കര കലുഷിതമായിട്ട് നമ്മൾ കാണുന്ന ഈ ലോകത്തിൽ അറിഞ്ഞിരിക്കേണ്ട 2 ശ്ലോകങ്ങളാണ്. ധ്യായതോ വിഷയാൻ പുംസ സംഗസ്തേഷു ഉപജായതേ സംഗാത് സഞ്ജായതേ കാമാത് ക്രോധോഭിജായതേ ക്രോധോദ്ഭവതി സമ്മോഹാത് സ്മൃതി വിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശാത് പ്രണശ്യതി. അപ്പോൾ വായിക്കുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നോക്കാം. വിഷയാൻ, അതിന് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. വിഷയാൻ എന്ന് പറയുമ്പോൾ വിഷയങ്ങളെ, ധ്യായത പുംസ എന്ന് വെച്ചാൽ ധ്യായത ചിന്തിച്ചുകൊണ്ടിരിക്കുക, പുംസ മനുഷ്യൻ, തേഷു സംഘ ഉപജായതേ, തേഷു എന്ന് പറഞ്ഞാൽ അവയിൽ, സംഘ ഉപജായതേ, സംഘം എന്ന് പറഞ്ഞാൽ അവയിൽ ഇഷ്ടം അല്ലെങ്കിൽ ഒട്ടൽ എന്നൊക്കെ പറയും. ഉപജായതേ ഉണ്ടാവുന്നു. ഏതിനെയാണോ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഒട്ടലുണ്ടാവും, സംഘം ഉണ്ടാവും. ഇപ്പോൾ ഒരു സ്ത്രീയെക്കുറിച്ച് വിചാരിച്ചുകൊണ്ടിരുന്ന ആ സ്ത്രീയിൽ സംഘമുണ്ടാവും അല്ലെങ്കിൽ ഒട്ടലുണ്ടാവും. ഇനി എപ്പോഴും മദ്യത്തിനെ കുറിച്ച് വിചാരിച്ചുകൊണ്ടിരുന്നാൽ ആ മദ്യത്തിനോട് ഒട്ടലുണ്ടാവും. ഇങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ പ്രശ്നങ്ങൾക്ക് തുടക്കം തന്നെ. അപ്പോൾ സംഘാത് കാമ സഞ്ജായതേ, ആ സംഘത്തിലൂടെ ആ ഒട്ടലിലൂടെ കാമം ജനിക്കുന്നു, അതിനോട് അമിതമായിട്ടുള്ള സ്നേഹം ഉണ്ടാകുന്നു. കാമാത് ക്രോധ അഭിജായത, ഈ കാമത്തിൽ നിന്ന് അത് കിട്ടാതെയാവുമ്പോൾ അതിൽ നിന്ന് ക്രോധം ഉണ്ടാവും, ദേഷ്യം വരുന്നു അത് കിട്ടാതെയാവുമ്പോൾ. അങ്ങനെയാണല്ലോ ചില കുട്ടികളൊക്കെ, ചില പെൺകുട്ടികളെയൊക്കെ ഇഷ്ടപ്പെടും. അത് കിട്ടാതെയാവുമ്പോൾ പലതും ചെയ്യുന്നതായിട്ട് നമ്മൾ ഇന്നത്തെ സമൂഹത്തിലേക്ക് ഒന്ന് നോക്കിയാൽ കാണാം. ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം കാണാം. ക്രോധോത് സമ്മോഹ ഭവതി, ക്രോധം മൂലം, ക്രോധാത് സമ്മോഹ ബുദ്ധിഭ്രമം ഭവതി ഉണ്ടാവുന്നു. സമ്മോഹാത് സ്മൃതി വിഭ്രമ, ആ സമ്മോഹം കൊണ്ട്, ബുദ്ധിഭ്രമം കൊണ്ട് സ്മൃതി വിഭ്രമം, ബുദ്ധിഭ്രമം മൂലം
സ്മൃതി വിഭ്രമം ഓർമ്മക്കേടുണ്ടാകുന്നു. അപ്പോൾ ക്രോധത്തിൽ നിന്ന് ബുദ്ധിഭ്രമവും ബുദ്ധിഭ്രമത്തിൽ നിന്ന് ഓർമ്മക്കേടും ഉണ്ടാകുന്നു. സ്മൃതിഭ്രംശാത് ഓർമ്മക്കേട് കാരണം വിവേകശക്തി നശിക്കുന്നു എന്നാണ് പറയുന്നത്. ബുദ്ധിനാശാത് പ്രണശ്യതി, വിവേകനാശം കാരണം പ്രണശ്യതി, അയാളെ ജീവിതം തന്നെ നശിച്ചു പോകുന്നു എന്ന് അതാണ് നമ്മൾ ഇന്നത്തെ ലോകത്തിൽ കാണുന്നത്. അതാണ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു സമൂഹം നേരിടുന്ന പ്രശ്നം. ഈ ഒരു 2 ശ്ലോകം മാത്രം മതി നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലേക്ക് നോക്കിയാൽ ഇതിൻ്റെ അർത്ഥം മനസ്സിലാവും. അതായത് സ്വന്തം മഹിമയിൽ നിന്ന് നമ്മൾ ഒരു മനുഷ്യൻ വളരെ ശ്രേഷ്ഠനാണ്, പൂർണ്ണനാണ് എന്നൊക്കെ പറയുമ്പോൾ ആ മഹിമ അറിയാതെ അവൻ എങ്ങനെയാണ് ഒരു നാശത്തിലേക്ക് കൂപ്പുകുത്തുന്നതെന്നുള്ള ഒരു 2 ശ്ലോകങ്ങളാണ് ഈ ഗീതയിലെ ഈ 2 ശ്ലോകങ്ങൾ. അപ്പോൾ ആത്മനിയന്ത്രണമില്ലാത്തവൻ, സദാ ജാഗരൂകനായിരിക്കേണ്ട ആളാണ് മനുഷ്യൻ. അങ്ങനെ ഇല്ലാത്തത് കൊണ്ടും ആത്മനിയന്ത്രണം ഇല്ലാത്തത് കൊണ്ടും അവന് എന്താണ് സംഭവിക്കുന്നതെന്ന് പറയുന്നു. കാരണം നമ്മുടെ ചിന്തയ്ക്ക് ഒരു വലിയ ശക്തിയുണ്ട്. അപ്പോൾ ഈ ചിന്ത നിയന്ത്രിക്കണം എന്നും പറയുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ആദ്യം പറഞ്ഞു വിഷയങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ അതിൽ പ്രീതി കൂടുന്നു, അതിലൂടെ കാമം ജനിക്കുന്നു, സംഘം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു വസ്തുവിനോട് അമിതമായ ഒരു ഇഷ്ടം വരുമ്പോൾ അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ധ്യായതോ വിഷയാൻ പുംസ, ഏതോ വിഷയം എന്ന് പറയുമ്പോൾ എന്ത് വേണമെങ്കിലും ആവാം കേട്ടോ. ഇപ്പം നല്ല കാര്യം ചിന്തിച്ച ആൾ ആ നല്ല കാര്യത്തിൽ തന്നെ ഇരിക്കും അയാളുടെ മനസ്സ്. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച ആൾ അതിലായിരിക്കും അവൻ്റെ മനസ്സ്. അതാണ് ധ്യായതോ വിഷയാൻ പുംസ സംഘസ്തേഷു ഉപജായതേ. അപ്പോൾ അയാൾക്ക് അതിൽ അഭിരുചി കൂടിക്കൂടി വരുന്നു. പിന്നെന്താ പറയുന്നത്, അഭിരുചി വർദ്ധിക്കുമ്പോൾ അത് സ്വന്തമാക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും. അതാണ് സംഘാത് സഞ്ചായതേ കാമ. ആ സംഘം കൊണ്ട് അതിനോട് ഒട്ടല്, അതിനോട് കൂടുതൽ ഇഷ്ടം വരുമ്പോൾ അതിൽ നിന്ന് അത് അനുഭവിക്കാനുള്ള ഒരു കാമമുണ്ടാവും. പിന്നെ ആഗ്രഹം അത് നടക്കാതെ വരുമ്പോൾ, അത് കിട്ടാതെ വരുമ്പോൾ, ഇപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ എന്തെങ്കിലും വേണമെന്ന് പറയും, ഇപ്പോൾ ബൈക്ക് വേണമെന്ന് പറയും, കിട്ടാതെ ആകുമ്പോൾ എന്ത് സംഭവിക്കും, ക്രോധമുണ്ടാവും. ആഗ്രഹ നിവൃത്തിക്ക് വിഘ്നം നേടുമ്പോൾ കാമാത് ക്രോധോ അഭിജായതേ. കാമം മൂലം, ആഗ്രഹം മൂലം, ആഗ്രഹത്തിൻ്റെ അനന്തര ഫലമാണ് ക്രോധം. നമ്മൾ തന്നെ നമ്മളുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് അനുഭവപ്പെട്ടതായിട്ട് നമുക്ക് മനസ്സിലാവും. പിന്നെ ക്രോധത്തിന് അടിമയായി കഴിഞ്ഞാൽ വ്യാമോഹം ബാധിക്കും ബുദ്ധിയെ. നമുക്ക് എന്താ ചെയ്യേണ്ടത്, എന്താ ചെയ്യാൻ പാടില്ലാത്തത്, ആ ഒരു ഡിസ്ക്രിമിനേഷൻ പവർ, ആ ഒരു ശക്തി ഇല്ലാതെയാവുന്നു. അതായത് എന്താ പറയുക, വിവേചന ബുദ്ധി നശിക്കും. അതാണ് ബുദ്ധി നശിക്കുന്നു എന്ന് പറയുന്നത്. ക്രോധോദ്ഭവതി സമൂഹ, ക്രോധം മൂലം ക്രോധോദ്ഭവതി, ക്രോധത്തിൽ നിന്ന് എന്തുണ്ടാകുന്നു, സമൂഹം, അതായത് ബുദ്ധിഭ്രമം ഉണ്ടാകുന്നു. പിന്നെന്താണ്, അയാൾ തൻ്റെ സംസ്കാരം മറന്നു പോകുന്നു, തൻ്റെ ബന്ധങ്ങൾ മറന്നു പോകുന്നു. അപ്പോഴാണ് ഈ വീട്, അമ്മ, അച്ഛൻ ഒന്നും നോക്കാതെ, നമ്മളിപ്പോൾ പല പത്രത്തിലൊക്കെ പല വാർത്തകൾ കേൾക്കുന്നില്ലേ, അമ്മയും അച്ഛനും ഒന്നും ഒരു പ്രശ്നമല്ല. ഈ ക്രോധവും ബുദ്ധിഭ്രമവും വരുമ്പോൾ ഒന്നും ഒരു പ്രശ്നമല്ല. ആരാണെങ്കിലും അവൻ്റെ ആ ഒരു മനസ്സിൽ അപ്പം എന്താ തോന്നുന്നത് അത് ചെയ്യുന്നു. അതാണ് നമ്മൾ ഇന്നത്തെ ഏറ്റവും വലിയൊരു സമൂഹത്തിൻ്റെ ഒരു ദുരന്തമാണ് നമ്മൾ കാണുന്നത്. അപ്പം പറയുന്നു, തൻ്റെ സംസ്കാരം മറക്കുന്നു, തൻ്റെ ബന്ധങ്ങളൊക്കെ മറക്കുന്നു. പിന്നെ ആ ഒരു സ്മൃതി വിഭ്രമം വരുമ്പോൾ സ്വബോധമില്ലാത്തവനെ പോലെ വിവേകം നഷ്ടപ്പെടും. ബുദ്ധിനാശാത്. അപ്പോൾ എന്താ പറയുന്നത്, അതിലൂടെ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശ. സ്മൃതിഭ്രംശം വരുമ്പോൾ വിവേകശക്തി, സ്മൃതിഭ്രംശം വിവേകശക്തി നശിക്കുമ്പോൾ ബുദ്ധിനാശം, വിവേകത്തിന് നാശം സംഭവിക്കുന്നു. പിന്നെ അപ്പോൾ ബുദ്ധിനാശം വന്നാൽ എന്താ സംഭവിക്കും, ബുദ്ധിനാശാത് പ്രണശ്യതി, ജീവിതം തന്നെ നശിക്കുന്നു എന്ന് പറയുന്ന ഒരു വലിയ, അങ്ങനെ പലതും ചെയ്തു കൂട്ടുന്ന ഇപ്പോൾ യുവജനങ്ങളുണ്ട്.
ക്രിമിനൽ സ്വഭാവമുള്ളവരുണ്ട്, കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. ഇതാണ് ഈ 2 ശ്ലോകങ്ങളാണ് അതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ നമ്മുടെ ചെറിയ പ്രായത്തിൽ നമ്മുടെ മാതാപിതാക്കൾ കുട്ടികളെ നല്ല ചിന്തകളിലേക്ക് വഴി നടത്തിയിട്ടില്ലെങ്കിൽ ഈ 2 ശ്ലോകങ്ങൾ പറഞ്ഞ കാര്യമാണ് നടക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആത്മശ്രേയസ്സിന് ശ്രമിക്കാതെ ഇന്ദ്രിയങ്ങളിൽ മുഴുകി പല ഇന്ദ്രിയങ്ങളുടെ പുറകെ മദ്യത്തിനും പിന്നെ സ്ത്രീകളുടെയും പിന്നെ പല ഒരുപാട് വളഞ്ഞ വഴിയിൽ പൈസ നേടാൻ ശ്രമിക്കുക, ഇതിൻ്റെയൊക്കെ പുറകെ ലഹരിയുടെ പുറകെ ഒക്കെ പോകുന്നവർക്ക് വരുന്ന പ്രശ്നമാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. മനുഷ്യൻ്റെ പരിതാപകരമായ ഒരു അവസ്ഥയെക്കുറിച്ച് കൃഷ്ണൻ നമ്മളെ ബോധവാന്മാരാക്കുന്നു. അങ്ങനെ അധപ്പതിക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം? മനസ്സിനെ ഭഗവാനിലേക്ക് തിരിക്കണം. അങ്ങനെ നമ്മുടെ ചിന്തകളെ അത് ചെറിയ പ്രായത്തിൽ തന്നെ ഈ ചിന്തകളെ നാമജപത്തിലും ഒക്കെ ധ്യാനത്തിലും ഒക്കെ ഇരിക്കാനുള്ള അവനൊരു പിന്നെ എന്താ പറയുക പരിശീലനം കൊടുക്കണം. പരിശീലനം എന്നാണ് അതിന് പറയേണ്ടത്. ട്രെയിനിങ് കൊടുക്കണം. അത് അമ്മയ്ക്കും അച്ഛനും ചെയ്യാം, സ്കൂളുകളിൽ ചെയ്യാം. അപ്പം നമ്മൾ ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങളുടെയും മൂല കാരണം അന്വേഷിച്ച് പോയാൽ നമുക്ക് കാണാൻ പറ്റും. എല്ലാത്തിൻ്റെയും കാരണം വിദ്യാഭ്യാസം തന്നെയാണ്. അല്ലെങ്കിൽ വീട്ടിൽ ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള എന്താ പറയുക ഒരു കുടുംബങ്ങളില്ല. അപ്പോൾ അങ്ങനെ ഇല്ലാതെ ഇരിക്കുമ്പോൾ ആ കുട്ടികൾക്ക് അതിന് ഒന്നും ഗൈഡൻസ് കിട്ടുന്നില്ല. അപ്പോൾ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസവും ആണ്. വീടുകളിലെ ആ ധർമ്മത്തിൽ അധിഷ്ഠിതമല്ലാത്ത ഒരു ചിന്തകളുള്ള മാതാപിതാക്കളും തന്നെയാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നതല്ല ഇതെല്ലാം പറയുന്നത് ഭഗവത്ഗീത പറയുന്നതാണ്. അപ്പോൾ നമ്മൾ മാറേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്തെ രക്ഷിക്കണ്ടേ? നമ്മുടെ ഓരോരുത്തരും മാറണം. ഇത് കേൾക്കുന്നവരും മാറണം. നമുക്ക് എങ്ങനെ മാറാം? നമ്മൾ ചിന്തിക്കണം. മനുഷ്യനെന്ന് പറയുന്ന അപാരമായ സിദ്ധിയും കഴിവുകളുമുള്ള ആളാണ്. നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നല്ല തീരുമാനങ്ങൾ എടുക്കാം. ഇപ്പോൾ എപ്പോഴും കള്ളു കുടിച്ച് നടക്കുന്ന ഒരാൾക്ക് ഒരു നിമിഷം മതി അത് വേണ്ട എന്ന് തീരുമാനിക്കാൻ. അപ്പോൾ അത്രയ്ക്കും എന്താ പറയുക ഒരു വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ബുദ്ധിയാണ് മനുഷ്യനെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ അവനത് മനഃപൂർവ്വം തന്നെ ഉപയോഗിക്കില്ല. അവനതിനെ തള്ളിക്കളയും. അങ്ങനെ തള്ളിക്കളയുന്നത് കൊണ്ടാണ് നാശത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നതും. പിന്നെ ഇതിൻ്റെ അനന്തരഫലം എന്തെന്ന് ചോദിച്ചാൽ ഒരു സുഖമില്ലാത്ത ഒരു മാനസികാവസ്ഥയിൽ ജീവിതം ഇങ്ങനെ കഴിച്ചു കൂട്ടുന്ന ആളുകളെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ നല്ല സന്തോഷം, സമാധാനം, തൃപ്തി ഇതൊക്കെയാണല്ലോ മനുഷ്യൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന് നടക്കുന്നത്. അപ്പോൾ അത് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യൻ പിന്നെ നല്ല ചിന്തകളിലേക്ക് പോകണം. നമ്മുടെ കുട്ടികളെയും രക്ഷിക്കേണ്ട ഒരു ചുമതല നമുക്കുണ്ട്. ഇത് കേൾക്കുന്ന മാതാപിതാക്കൾ അവർക്ക് നാമജപം, അവരെ ഭക്തി എന്താണെന്ന് പഠിപ്പിക്കണം. കുഞ്ഞുനാളിലേ പഠിപ്പിക്കണം. നാമജപങ്ങൾ പഠിപ്പിക്കണം. അപ്പോൾ മനസ്സിൻ്റെ ആ ഒരു നല്ല ചിന്തകളിൽ മനസ്സിനെ നിർത്താൻ അവർ ശീലിക്കും തനിയെ. അങ്ങനെ വരുമ്പോൾ അവരുടെ ചിന്തകൾ നല്ലതിലേക്ക് തിരിയുമ്പോൾ ദുഷ്ടചിന്തകൾ മനസ്സിൽ നിന്ന് അകന്നു പോവുകയും അവരിൽ നല്ല ഗുണങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും. അങ്ങനെയാണ് പിന്നെ ധ്യാനത്തിലൂടെ കുറച്ചുകൂടെ മനസ്സിനെ ഏകാഗ്രമാക്കാം. അപ്പോൾ ഈ മനസ്സിനെ ഏകാഗ്രമാക്കുമ്പോൾ ഈ മനസ്സിൽ അനാവശ്യമായിട്ട് വരുന്ന ക്രോധം, ദേഷ്യം അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഈ ദേഷ്യം വരുമ്പോൾ എന്താണ് ഓരോരുത്തർ ചെയ്ത് കൂട്ടുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇന്നത്തെ സമൂഹത്തെ എടുത്ത് നോക്കിയാൽ മതി ഇത് ഞാൻ പറയുന്നത്. അപ്പോൾ ഒന്നും കൂടെ ഈ 3 ശ്ലോകങ്ങൾ വായിക്കാം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പരഃ വശേഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത ധ്യായതോ വിഷയാൻ പുംസാ സംഗസ്തേഷുപജായതേ സംഗാത് സഞ്ജായതേ കാമാത് ക്രോധോഭിജായതേ ക്രോധോദ്ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതി വിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശവോ ബുദ്ധിനാശാത് പ്രണശ്യതി എന്ന് ഭഗവാൻ നമുക്ക് തരുന്ന വലിയ സന്ദേശമാണ് ഇതിപ്പോൾ വായിച്ചത്. ഭഗവത്ഗീത സാഖ്യയോഗം ചാപ്റ്റർ 2 61, 62, 63 തുടങ്ങിയ ഒരു വളരെ വിശിഷ്ടമായ ശ്ലോകങ്ങളാണ്. ഇത് മനസ്സിലാക്കുക, പഠിക്കുക, ജീവിതത്തിൽ മുഴുവൻ കൊണ്ട് നടക്കുക. അത് മനസ്സിലാക്കി ജീവിതം നല്ല രീതിയിൽ പോകാൻ ഭഗവാന്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ. കൃഷ്ണൻ സഹായിക്കട്ടെ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യ മോക്ഷയിഷ്യാമി
മാഷുജ. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത്രയും ഭാഗങ്ങൾ ഭഗവാൻ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഓം തത്സത്.